നമസ്തേ, ജനം ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മണിപ്പൂർ ജനതയ്ക്കൊപ്പം കേന്ദ്ര സർക്കാർ, സംഘർഷത്തിൽ കർശന നടപടി, എല്ലാ കേസുകളും NIAക്ക് കൈമാറാൻ പോലീസിന് നിർദ്ദേശം. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പൊളിയുന്നു. ഉന്നതാധികാര സമിതിക്ക് പുനരധിവാസം സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിട്ടില്ലെന്നും വിശദീകരണം. പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിച്ച് കെ സുരേന്ദ്രൻ. VD സതീശൻ ഭീകര സംഘടനകളുമായി കൂട്ടുപിടിക്കുന്നു. UDF-നായി SDPIയുടെ വക പ്രചാരണം. മുനമ്പത്ത് കാണുന്നതും ഇതേ കൂട്ടുകെട്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് സതീശന് കണ്ടകശനിയായതിനാലെന്നും പരിഹാസം. മുനമ്പത്തേത് വഖഫ് ഭൂമിയെന്ന് സമസ്ത AP വിഭാഗം. വഖഫ് ഭൂമി വിൽപ്പന നടത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയെന്ന് സിറാജിൽ ലേഖനം. മുനമ്പത്ത് ഇന്ന് SNDP യോഗത്തിന്റെ പ്രതിഷേധ ജ്വാല. ചെറായി മുതൽ മുനമ്പം ബീച്ച് വരെ മനുഷ്യച്ചങ്ങല. വൈദികരുടെ വിശുദ്ധ വസ്ത്രം ഊറാറ ശുചിമുറിയിൽ. സംഭവം കണ്ണൂർ ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ. കുമ്പസാര ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഊറാറ മോഷണം പോയതിലും ആശങ്കയോടെ വൈദികരും വിശ്വാസികളും. ജനം ബ്രേക്കിംഗ്. ഹർത്താലിന്റെ മറവിൽ കോഴിക്കോട് കോൺഗ്രസിന്റെ അഴിഞ്ഞാട്ടം. കടകളടപ്പിച്ചും ബസ്സുകൾ തടഞ്ഞും പ്രവർത്തകർ. പോലീസും കോൺഗ്രസ് പ്രവർത്തകരുമായി സംഘർഷം. ഭീതി വിതച്ച കുറുവ സംഘം പിടിയിൽ. കുണ്ടന്നൂരിൽ പിടിയിലായത് 7 അംഗ സംഘത്തിലെ 2 പേർ. കുറുവ സംഘത്തിന്റേത് ആസൂത്രിത കവർച്ചയെന്ന് പോലീസ്. പ്രതികളുമായി തെളിവെടുപ്പ്. മണിപ്പൂർ സംഘർഷത്തിൽ കർശന നടപടി. മണിപ്പൂരിൽ എല്ലാ കേസുകളും NIAക്ക് കൈമാറാൻ പോലീസിന് നിർദ്ദേശം. കഴിഞ്ഞയാഴ്ച നടന്ന സംഘർഷങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത്. മണിപ്പൂരിൽ 7 കർഫ്യൂവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ സമാധാനം വീണ്ടെടുക്കാൻ സുരക്ഷാ ഏജൻസികളോട് നിർദ്ദേശിക്കുകയാണ് കേന്ദ്രം. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷങ്ങളുടെ അന്വേഷണ ചുമതല ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. തെറ്റായ പ്രചരണങ്ങളിൽ വിശ്വസിക്കാതെ സുരക്ഷാ സേനയോട് സഹകരിക്കാനും കേന്ദ്രം മണിപ്പൂരിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതേസമയം ജിരിബാമിൽ നിന്നും കുക്കി വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോയ 3 സ്ത്രീകളെയും 3 കുട്ടികളെയും കൊലപ്പെടുത്തി. ഇതിൽ പ്രതിഷേധിച്ച് തെരുവിൽ ഇറങ്ങിയ ജനക്കൂട്ടം മുഖ്യമന്ത്രി N ബൈരൻ സിംഗിന്റെ വസതിക്ക് നേരെ കല്ലെറിഞ്ഞു. നിരവധി MLA-മാരുടെ വീടുകളും ആക്രമിക്കപ്പെട്ടു. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ 20 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ കൂടി കേന്ദ്രം മണിപ്പൂരിൽ വിന്യസിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. വയനാട് ദുരന്ത നിവാരണ ഫണ്ടിനായി കേന്ദ്രത്തിന് കൃത്യമായ കണക്ക് നൽകാതെ കേരളം. പുനരധിവാസം സംബന്ധിച്ച് ഉന്നതാധികാര സമിതിക്ക് പൂർണ്ണ വിശദാംശങ്ങൾ കേരളം കൈമാറിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ധനസഹായം വൈകുന്നത്. പൂർണ്ണ വിവരം ലഭ്യമാക്കിയാലേ സമിതി യോഗം ചേരാനാകുമെന്ന് കേന്ദ്രം. വയനാട് ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും പുനരധിവാസം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ കേരളം കേന്ദ്രത്തിന് കൈമാറിയിട്ടില്ല. കേന്ദ്രം നിയോഗിച്ച ഉന്നതാധികാര സമിതിക്ക് മുൻപാകെയാണ് സംസ്ഥാന സർക്കാർ കണക്കുകൾ നൽകേണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം സമിതിക്ക് യോഗം ചേരാനായിട്ടില്ല. പുനരധിവാസം, സ്ഥലം ഏറ്റെടുപ്പ് എന്നിവ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളും രേഖയും നൽകിയാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് ഫണ്ട് അനുവദിക്കാനാകൂ. 3 മാസം മുൻപ് ഡൽഹിയിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയതല്ലാതെ മറ്റൊന്നും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. 1500 കോടി രൂപയുടെ ധനസഹായമാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. എന്നാൽ ദേശീയ ദുരന്തം എന്നൊന്ന് UPA ഭരണകാലം മുതൽ കേന്ദ്ര ചട്ടപ്രകാരമില്ല. 2013
10,000 പേർ മരണപ്പെട്ട ഉത്തരാഖണ്ഡ് പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് അന്ന് UPA സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വസ്തുതയെല്ലാം മറച്ചുപിടിച്ചാണ് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ആവശ്യപ്പെടുന്നത്. ജനം, ഡൽഹി. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റ് ഭീകരരുമായി ഏറ്റുമുട്ടൽ. ഇതിനകം 5 മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ഏറ്റുമുട്ടലിനിടെ 2 ജവാന്മാർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഏറ്റവും ഒടുവിൽ നമുക്ക് ബസ്തറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ജവാന്മാരുടെ സ്ഥിതി എന്താണ്? നീലിമ, ഇന്നലെയാണ് ഈ ബസ്തറിൽ ഈ ഏറ്റുമുട്ടൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. വനമേഖലയിൽ നക്സലുകളും മാവോയിസ്റ്റുകളും ഒളിഞ്ഞിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് ഛത്തീസ്ഗഡിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും അതോടൊപ്പം തന്നെ BSFും സംയുക്തമായി ഒരു ഓപ്പറേഷൻ ആരംഭിക്കുകയായിരുന്നു. ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഇന്നലെ രാത്രി മുതൽ അവിടെ പലതവണ ഏറ്റുമുട്ടൽ നടന്നു. ഈ ഏറ്റുമുട്ടലിനൊടുവിലാണ് 5 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ഈ 5ഉം നക്സൽ ഭീകരരാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കൊല്ലപ്പെട്ടവരിൽ 2 പേർ സ്ത്രീകളാണ്. ഇവരുടെ കൈകളിൽ നിന്നും AK-47 പോലുള്ള വലിയ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും BSFും കണ്ടെത്തിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോഴും പക്ഷേ ഈ ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല. കാരണം വനമേഖലയിൽ കൂടുതൽ മാവോയിസ്റ്റുകളും നക്സലുകളും ആയുധങ്ങളുമായി തമ്പടിച്ചിട്ടുണ്ട്. അവരെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്ത ശേഷമേ ഈ നിർണായകമായ സെർച്ച് ഓപ്പറേഷൻ അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ BSF വ്യക്തമാക്കുന്നത്. നീലിമ, ശരി. ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് വ്യാപക പ്രചരണം നടത്തുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വെള്ളിയാഴ്ച പള്ളികളിൽ ലഘുലേഖ വിതരണം ചെയ്തു. നിരോധിത ഭീകരവാദ സംഘടനയുമായി VD സതീശൻ ചർച്ച നടത്തിയതിൽ മറുപടി പറയണമെന്നും K. സുരേന്ദ്രൻ പാലക്കാട് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിച്ചാണ് പാലക്കാട് കോൺഗ്രസ് പ്രചാരണം നടത്തുന്നത്. നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവും. ഭീകരവാദ സംഘടനകളുമായി ചർച്ച നടത്തിയതിൽ VD സതീശൻ മറുപടി പറയണമെന്നും K. സുരേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDP-യുടെ പേരിൽ കോൺഗ്രസ് വ്യാപകമായ നോട്ടീസ് പ്രചാരണങ്ങൾ ഒരു പ്രത്യേക കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗ്രീൻ ആർമി എന്ന് പറഞ്ഞ ഒരു സ്ക്വാഡിനെ പ്രത്യേകമായി അവരുണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വളരെ വ്യക്തമായും ഉന്നയിച്ച ഈ വസ്തുതകളിൽ ഒരു മറുപടിയും പറയാൻ VD സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗ് മിതവാദികളാണ്. അത് മതിയാവാത്തത് കൊണ്ടാണ് തീവ്രവാദികളെ കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നത്. മുസ്ലിം ലീഗ് സാധാരണ നിലയിൽ ഒരു മിതപ്രചരണമാണ് എപ്പോഴും നടത്തുന്നത്. അത് പോരാ എന്ന് മനസ്സിലാക്കിയിട്ടാണ് VD സതീശൻ അതിതീവ്ര സംഘടനകളുമായി ഭീകരവാദ സംഘടനകളുമായി എത്തുന്നത്. പാലക്കാട് അത് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും അവരുടെ വിഷലിപ്തമായ പ്രചാരണം നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെ പിൻനിരയിലേക്കാക്കി പോപ്പുലർ ഫ്രണ്ടിനെയും SDP-യെയും മുന്നിൽ നിർത്തുകയാണ് VD സതീശൻ. വലിയ രാജ്യദ്രോഹമാണ് VD സതീശൻ ചെയ്യുന്നത്. മുനമ്പം വിഷയത്തെ പോലും വോട്ട് ബാങ്കിനായി UDF ഉപയോഗിക്കുകയാണെന്നും K. സുരേന്ദ്രന്റെ വിമർശനം. ജനം, പാലക്കാട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിനെക്കുറിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. VD സതീശന് കണ്ടകശനിയാണ്. അത് കൊണ്ടേ പോകൂ. 23-ാം തീയതിക്ക് ശേഷം ഇക്കാര്യം വ്യക്തമാകുമെന്നും K. സുരേന്ദ്രൻ പാലക്കാട് പറഞ്ഞു. കണ്ടകശനിയാണ്, അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. VD സതീശൻ ഇപ്പോൾ നല്ല കണ്ടകശനിയാണ്. എവിടെയെങ്കിലും പോയി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അത് കൊണ്ടേ പോവുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, VD സതീശന് അവസാന ലാപ്പിൽ ചെയ്തത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിശകലനം ചെയ്യാം. അല്ല, VD സതീശൻ ചെയ്യുന്നതെല്ലാം അങ്ങനെയാണെന്ന്. അതിന്റെ അനുരണനങ്ങൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ എന്തോ തകരാറ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. അതുണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശകലനം ചെയ്യാം. ഞാനിപ്പോൾ അത് പറഞ്ഞ് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അറിയുന്നത് വാർത്തയിലൂടെയെന്ന് K. മുരളീധരൻ. താൻ എളിയ കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമാണ്. ഫേസ്ബുക്കിലെ കുറിപ്പ് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്നും K. മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അത് ഇന്നലെ മുതൽ കോൺഗ്രസ്സുകാരനായി. ഇന്ന്
പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടതോടുകൂടി അത് UDF-കാരന് പോയി. ഇനി അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ചർച്ചയില്ല. അല്ല ഇനി അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ചർച്ചയില്ല. കാരണം 20-ാം തീയതി പാലക്കാട് ഇലക്ഷനാണ്. പിന്നെ ഈ വരവും ഒന്നും വന്നില്ലെങ്കിലും കോൺഗ്രസ് പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കുകയായിരുന്നു. കാരണം അത് നന്നായി പഠിച്ച പാലക്കാട് അസംബ്ലിയെ കുറിച്ച് നന്നായി പഠിച്ച ഒരാളാണ് ഞാൻ. 100% ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് പാലക്കാട്. ഇല്ല, ഞാൻ TV കണ്ടിട്ട് അറിയാം. അപ്പം അത്രയല്ലേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ. നീളുന്ന വഖഫ് അധിനിവേശം. മുനമ്പത്തെ വഖഫ് അധിനിവേശത്തെ പിന്തുണച്ച് കൂടുതൽ മുസ്ലിം വിഭാഗങ്ങൾ. മുനമ്പത്തേത് വഖഫ് ഭൂമിയെന്ന് AP സുന്നി വിഭാഗം. വഖഫ് ഭൂമി വിട്ടുകൊടുക്കില്ലെന്നും സിറാജിൽ ലേഖനം. മുഖപത്രമായ സുപ്രഭാതത്തിലൂടെ സമസ്ത EK വിഭാഗം ഭൂമിക്കായി അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് AP വിഭാഗം മുഖപത്രത്തിലെ ലേഖനമെന്നത് ശ്രദ്ധേയമാണ്. ഉന്നതതല യോഗത്തിന് മുൻപ് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് AP EK വിഭാഗങ്ങളുടെ ശ്രമം. വഖഫ് അധിനിവേശ വിരുദ്ധ സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് സമസ്ത EK വിഭാഗവും AP സുന്നി വിഭാഗവും. സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന AP വിഭാഗവും ലക്ഷ്യം വയ്ക്കുന്നത് സമ്മർദ്ദത്തിലൂടെ തീരദേശവാസികളുടെ ഭൂമി കൈവശപ്പെടുത്താനാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നാണ് സിറാജ് ലേഖനത്തിലുള്ളത്. വഖഫ് ഭൂമി വിൽപ്പന നടത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. വഖഫ് ഭൂമി വാങ്ങിയവർ കബളിപ്പിക്കപ്പെട്ടവരാണെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുമ്പോൾ മുനമ്പത്തെ ഭൂവുടമകളുടെ സ്വന്തം ഭൂമിയുടെ അവകാശത്തെ കൂടി ചോദ്യം ചെയ്യുകയാണ് AP സുന്നി വിഭാഗം. ഇരകളെ പുനരധിവസിപ്പിക്കണമെന്ന് പറയുന്ന ലേഖനം മുനമ്പത്തേത് വഖഫ് ബോർഡ് പിടിച്ചെടുക്കേണ്ട ഭൂമി തന്നെയെന്ന് ആവർത്തിക്കുകയാണ്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്കും വിമർശനമുണ്ട്. തിരിമറികൾ നടത്തിയവർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മറവിൽ പതിയിരിക്കുകയാണ്. വഖഫ് ഭൂമി വിറ്റവരിൽ നിന്ന് പണം ഈടാക്കി ഭൂവുടമകളെ പുനരധിവസിപ്പിക്കണം. മുനമ്പത്തും ചാവക്കാടും തലപ്പുഴയിലുമെല്ലാം വഖഫ് ഭൂമിയുടെ കള്ളക്കച്ചവടമാണെന്ന് AP സുന്നി വിഭാഗം എഴുത്തുകാരനും പ്രഭാഷകനുമായ OM തരുവണയുടെ ലേഖനത്തിലുണ്ട്. വഖഫ് അധിനിവേശ വിഷയത്തിൽ പ്രശ്നം ആളിക്കത്തിക്കുകയാണ് സുന്നി വിഭാഗങ്ങൾ. അവകാശത്തിന് അർഹതയില്ല എന്ന് അറിഞ്ഞിട്ടും ആവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ. മതപ്രീണനം മുഖമുദ്രയാക്കിയ സർക്കാർ ഒടുവിൽ വഖഫ് ബോർഡിന് തന്നെ ഭൂമി നൽകുമെന്ന വിശ്വാസമാണ് ഇവരെ നയിക്കുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ആലപ്പുഴ കുറുവ മോഷണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ DYSP MR മധു ബാബു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കേസുണ്ട്, പൊൻകുന്നത്ത് കേസുണ്ട്, ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ കേസുണ്ട്. ഈ പറയുന്ന ഇവരുടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് കേസുകൾ റീസെന്റ് അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മോഷണത്തിൽ സ്ത്രീകളുടെ പങ്ക് ഇവരെ സഹായിക്കുന്നതിന് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? സ്ത്രീകൾ ഇവരെ ഫുൾ സപ്പോർട്ടാണ് നൽകുക. കാരണം ഈ ഉരുപ്പടികൾ വിൽക്കുന്നുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ വേണ്ടി സ്ത്രീകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഇവരുമായിട്ട് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നത് പകൽ സമയത്ത് തിരക്കേറിയ ബസ്സുകൾ കയറി മോഷണം നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഈ സ്ത്രീകളെന്നും വിവിധ തരമായ കാര്യങ്ങൾക്ക് വീടുകൾ കയറി ഇറങ്ങുന്ന കൂട്ടരാണെന്നും ഒക്കെയാണ് നമുക്കിപ്പോൾ വിവരങ്ങൾ കിട്ടുന്നത്. ഇവർ മോഷണ സംഭവമായ കാര്യത്തിന് പോകുമ്പോൾ ഈ ഫോൺ അവരുടെ സ്ത്രീകളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പോകുന്ന കാര്യമാണ്. അത് ആ മരട് സ്റ്റേഷനിൽ പോലീസ് അല്ല, അതിന് നമ്മൾ അന്വേഷണത്തിലേക്ക് വന്നിട്ടില്ല. അത് അതിന്റെ ഉരുപ്പടികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അതിൽ അവർക്ക് റോളുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇവരുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ടോ? ഇവരുപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇതുവരെ സാധിച്ചിട്ടില്ല. സാർ, ഇനിയുള്ള നടപടികൾ, അതായത് തെളിവെടുപ്പാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോടതി ഹാജരാക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? അറസ്റ്റ് രേഖപ്പെടുത്തി അത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. അതിൽ ഈ സന്തോഷ് സെൽവത്തിന്റെ കാര്യത്തിൽ, മണിയന്റെ കാര്യത്തിൽ ഒന്നുകൂടി അതൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ആലപ്പുഴ ജില്ലയിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത് ആലപ്പുഴ ജില്ലയിൽ റെയിൽവേ സ്റ്റേഷനുള്ള ഭാഗങ്ങളിലൊക്കെ ഈ 2 പേര് 3 പേര് വെച്ചൊക്കെ ഈ സംഘാംഗങ്ങൾ വേർതിരിഞ്ഞ് പോയിട്ടുണ്ട്. നോർമലി നമ്മൾ അവരുടെ ഹിസ്റ്ററി അനലൈസ് ചെയ്തപ്പോൾ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം ഈ നവംബർ മാസമാണ് ഇതിൻ്റെ തുടക്കം. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വഴിയാത്രക്കാരെയും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കാണുന്ന ആൾക്കാരെയൊന്നും
വെരിഫൈ ചെയ്യാനോ മറ്റൊന്നും സാധിക്കത്തില്ല. കാരണം സ്വാമിമാരും അതേ രീതിയിലുള്ള യാത്രക്കാരും ഉള്ളതാണ്. അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകേണ്ട, അത് മറ്റു തരത്തിലുള്ള പോലീസിനെ അനഭിമതരാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് നമ്മളത് അതിലേക്ക് കിടക്കാതിരിക്കുന്നതുകൊണ്ടാകാം ഈ മോഷണങ്ങളൊക്കെ ഈ നവംബറിൽ ഡിസംബറിലൊക്കെ സംഭവിക്കും. കസ്റ്റഡിയിൽ വാങ്ങി ഇവ കൂടുതൽ ഇതേ മാതൃകയിൽ നടന്ന കേസുകളിൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പോലീസിനോട് ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ല. അവര് പക്ക പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം 30 കേസുകളുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും നമുക്ക് ഏറെക്കുറെ അവർ എങ്ങനെ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു മുൻധാരണയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രതികളെ പോലെ തന്നെ നമുക്ക് ഇവരെ അവരിൽ നിന്ന് കൂടുതൽ ബ്രേക്ക് ചെയ്ത് കാര്യങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മൾ ട്രൈ ചെയ്യുന്നു. 25 വയസ്സ്. ഇവര് ട്രെയിൻ മാർഗമാണ് സഞ്ചരിക്കുക, പിന്നെ കാൽനട. നേരത്തെ ബൈക്കും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നു. അതെല്ലാം വിറ്റു എന്നൊക്കെ ഇതിൽ അവ്യക്തമായിട്ടാണ് പറയുന്നത്. ഇപ്പം മണ്ണഞ്ചേരി വന്നതൊക്കെ ഇവർ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങിയ ശേഷം ബസ്സുകളിൽ മറ്റേ വന്ന് കാൽനടയായിട്ട് തന്നെ പോവുകയാണ്. സാർ, ഇവിടെ ഈ ലൊക്കേഷൻ എങ്ങനെയാണ് ഇവർ കണ്ടെത്തുന്നത്? ഈ പറ്റിയ സാഹചര്യം എങ്ങനെ തിരിച്ചറിഞ്ഞ സംബന്ധിച്ചിട്ട് ഇവരുടെ വിവരങ്ങൾ കിട്ടിയോ? മണ്ണഞ്ചേരി ഈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവരെങ്ങനെ എത്തി എന്നുള്ളത്? ഇവിടെ അവർ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കല്ല് വെട്ടി മറ്റേ ഷേപ്പ് ചെയ്യുക അല്ലെങ്കിൽ പിച്ചാത്തിരാകൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിൽ റോഡിൽ നടക്കും. പല വീടുകളും കയറിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത് പല സമയത്ത്. പക്ഷേ വീടുകൾ ചില ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും, ബ്രേക്ക് ചെയ്യാൻ പറ്റിയ വീടുകൾ കണ്ടെത്തി വെക്കും. അതിനുശേഷം വന്ന് കയറും. അതിനടുത്ത് അതേ മാതൃകയുള്ള വീടുണ്ടെങ്കിൽ അവിടെയും അതേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ഈ കസ്റ്റഡി വാങ്ങിയ ശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകണമെങ്കിൽ കസ്റ്റഡി വാങ്ങിയ ശേഷം അതോ അതിന് മുമ്പ് കോടതി ഹാജരാക്കാൻ മുമ്പ് തെളിവെടുപ്പിന് കൊണ്ടുപോകും? തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ പ്രതികളെ ഇതിന് വിധേയമായിട്ടുള്ളവരാരും തന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഇവരുടെ ഫിംഗർ പ്രിന്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരുടെ മോഡസ് മറ്റു കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇവരെ കൊണ്ട് കാണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ 3 മണിക്ക് തന്നെ ഇന്നലെ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അത് ഗ്ലൗസ് ഇട്ടാണ് വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ വിഷ്വൽസിൽ തന്നെ ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് ഒന്നുകൂടിയ പ്രായം കൂടിയ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. പല പ്രായ പരിധിയിലുള്ള ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട്. അതാണ്. അതെ അതെ. ശരി, ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യാൻ മറ്റു കാര്യങ്ങളൊക്കെയാണ്. കസ്റ്റഡി അപേക്ഷ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കും. കാരണം ഇതൊരു വലിയൊരു ശൃംഖലയാണ്. പിന്നെ സ്വന്തമായ രീതിയിൽ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ശൃംഖലയാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ അഡ്വക്കേറ്റ്സും മറ്റുമൊക്കെ വന്നവർ നിയമസഹായത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു കാഴ്ചയാണ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം അവിടെയാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ ആക്രമണങ്ങൾ നടത്തിയത്, മോഷണങ്ങൾ നടത്തിയത് കുറുവ സംഘം തന്നെയാണെന്ന സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഈ സന്തോഷ് ശെൽവം തമിഴ്നാട്ടിൽ 18 കേസുകളിൽ പ്രതിയാണ്. കുറുവ മോഷണ സംഘത്തിലെ പ്രധാനിയാണ് സന്തോഷ് ശെൽവം എന്നയാൾ. സാധാരണഗതിയിൽ ഇവർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേരളത്തിലേക്ക് എത്തി ഇവിടെ മോഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ട്രെയിൻ മാർഗം, കാൽനടയായും ഇവരുടെ സഞ്ചാരമാർഗമുണ്ട്. സമഗ്രമായ വിവരങ്ങളാണ് പോലീസ് ആലപ്പുഴയിൽ നിന്നും നൽകുന്നത്. നിഷ നമ്മോടൊപ്പം ചേരുകയാണ്. നിഷ, കുറുവ സംഘം തന്നെയാണ് ഈ മോഷണങ്ങൾക്ക് പിന്നിൽ, അക്രമങ്ങൾക്ക് പിന്നിൽ എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റു വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, ആലപ്പുഴയിൽ കവർച്ച നടത്തിയത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴയെ ഭയാശങ്കയിൽ നിർത്തിയത് കുറുവ സംഘം തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നു ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു. എന്തായാലും ഈ കുറുവ സംഘത്തിന്റെ സാന്നിധ്യം ആലപ്പുഴയിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ആലപ്പുഴ മണ്ണഞ്ചേരിയിലും ഒപ്പം മണ്ണഞ്ചേരി, നേതാജി പോലുള്ള പ്രദേശങ്ങളിൽ മോഷണം നടത്തിയത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സന്തോഷ് ശെൽവം തന്നെയാണ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷ് ശെൽവത്തിന്റെ പങ്ക് വ്യക്തമായി തന്നെ പോലീസിന് മനസ്സിലാക്കി
മനസ്സിലായിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്നും നെഞ്ചിൽ പച്ച കുത്തിയ ആളെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളാണ് ഈ സന്തോഷ് ശെൽവത്തിൽ എത്തി നിന്നത്. ഇന്നലെ ഈ പച്ച കുത്തിയ ആൾ എന്ന ഒരു രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോയി. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ആദ്യം തന്നെ പോലീസ് പറയുന്നത് കേരളത്തിലുള്ളവരല്ല ഈ മോഷണം നടത്തിയത്, തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘമാണ് എന്നൊരു സംശയം ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് ഉറപ്പിക്കുകയും ചെയ്തു. അത് ഇന്നലെ തന്നെ DYSP നമ്മളോട് പറഞ്ഞ കാര്യമാണ്, കുറുവാ സംഘം തന്നെയാണ്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നേതാജിയിലും മണ്ണഞ്ചേരിയിലും കോമളപുരത്തും അടക്കമുള്ള മോഷണങ്ങൾ നടത്തിയത് സന്തോഷ് ശെൽവം തന്നെയാണ് എന്ന ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്ത, അല്ലെങ്കിൽ ഈ ഒരു വലിയ ഒരു സംഘം തന്നെ ഇവർക്കൊപ്പമുണ്ട്. അതിലെ പ്രധാനിയാണ് പിടിയിലാവുന്നത്. ആ പ്രധാനി പിടിയിലാകുമ്പോൾ ഇതിന്റെ കണ്ണികൾ ആരെല്ലാമാണ് എന്ന കാര്യത്തിൽ പോലീസിന് ഇനി അധികം തപ്പേണ്ടി വരില്ല. കാരണം ഇനി കണ്ണികൾ ആരെല്ലാം എന്ന കാര്യം പോലീസിന് ഉടൻ തന്നെ വ്യക്തമാകും. പലയിടങ്ങളിലായി, അതായത് സംഘാംഗങ്ങൾ രണ്ട് പേരായി തിരിഞ്ഞ് മോഷണം നടത്തുന്ന ഒരു പതിവാണ് ഈ കുറുവാ സംഘങ്ങൾക്കുള്ളത്. ഈ കുറുവാ സംഘങ്ങൾക്കിടയിൽ തന്നെയുള്ള ആ ഒരു സ്പർദ്ധ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് എത്രയും പെട്ടെന്ന് ഈ പ്രതിയിലേക്ക് എത്തിയത്. മാത്രമല്ല കുണ്ടന്നൂരിലെ ഇവരുടെ താമസ സ്ഥലത്ത് നിന്നും സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് തോന്നിക്കുന്ന തൊണ്ടി മുതലുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നാടകീയമായ രംഗങ്ങളൊക്കെ നടത്തിയിരുന്നു. തങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ മകൻ മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞ് ഈ സംഘാംഗങ്ങൾ, അതായത് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. ഇന്നലെ ഈ പ്രതികളെ പിടികൂടിയ സമയം തന്നെ ഇവരെ രക്ഷപ്പെടുത്താനായി മണികണ്ഠന്റെയും സന്തോഷ് ശെൽവത്തിന്റെയും ഒക്കെ ഭാര്യയും അമ്മയും അടക്കമുള്ള ആളുകൾ വന്നിരുന്നു. പോലീസിനെ ആക്രമിച്ചു തന്നെ ഇവരെ രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. അതിസാഹസികമായ 5 മണിക്കൂറുകൾക്കൊടുവിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. എന്തായാലും ഇന്നലെ തന്നെ ഇവരെ ചോദ്യം ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ആദ്യം തന്നെ ഒരു പ്രാഥമിക രീതിയിലുള്ള ഒരു തെളിവെടുപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ ട്രയൽ റൺ ഒക്കെ നടത്തിയിരുന്നു. ഇന്നലെ 3 മണിക്ക് ഇന്ന് പുലർച്ചെ 3 മണിക്ക് മുമ്പ് തന്നെ തെളിവെടുപ്പ് നടത്തി എന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും സന്തോഷ് ശെൽവം തന്നെയാണ് ആലപ്പുഴയിൽ നടത്തിയ മോഷണങ്ങൾക്ക് പിന്നിൽ. ഇനി കണ്ടെത്തേണ്ടത് ഇയാളുടെ ആ ഒരു ഗ്യാങ്ങിൽ ആ ഒരു കണ്ണികൾ ഇയാളുടെ സംഘത്തിൽപ്പെട്ട കണ്ണികൾ ആരൊക്കെ ആണ് എന്നുള്ള കാര്യമാണ് ഇനി പോലീസിന് വ്യക്തമാകാനുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്ന് ആലപ്പുഴ DYSP വ്യക്തമാക്കുന്നുണ്ട്. സന്തോഷ് ശെൽവം തമിഴ്നാട്ടിൽ 18 കേസുകളിൽ പ്രതി. മറ്റൊരു പ്രധാന കാര്യം, ആദ്യം മുതൽ തന്നെ പോലീസ് പറയുന്നത് പാലായിൽ നിന്നും ജയിൽ മോചിതരായ കുറുവാ സംഘമാണ് ഇവിടെ ആലപ്പുഴയിൽ മോഷണം നടത്തിയത് എന്ന ഒരു സംശയം പോലീസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് ഈ സന്തോഷ് ശെൽവത്തിന്റെ അമ്മ തന്നെ പറയുന്നുണ്ട് പാലായിൽ ഇവർ ജയിലിലായിരുന്നു എന്നുള്ള കാര്യം. എന്തായാലും അവർ തന്നെയാണ് ആലപ്പുഴയിലെത്തി ഇത്തരത്തിൽ മോഷണ പരമ്പര തന്നെ നടത്തിയത്, ആളുകളെ ഭയപ്പാടിലാക്കിയത് എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച മോഷണം നടന്ന മാളിയേക്കൽ, അതായത് മണ്ണഞ്ചേരി പഞ്ചായത്ത് 12-ാം വാർഡിൽ മാളിയേക്കൽ കുഞ്ഞുമോന്റെ വീട്ടിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ഡോറ് തുറന്ന് അതിനുശേഷം ഈ കാണുന്ന വാതിലും കൊളുത്തും തകർത്താണ് മോഷണ സംഘം അകത്തേക്ക് കടന്നത്. ഇപ്പോൾ ഈ സംഘാംഗങ്ങളിൽ പ്രധാനി പിടിയിലാകുമ്പോൾ പോലും ഈ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് ഈ ആശങ്കകൾ ഒഴിയുന്നില്ല. ആ ഒരു ഭയപ്പാടിൽ തന്നെയാണ് അവരിപ്പോഴും ഉള്ളത്. എനിക്കിപ്പോൾ ചേരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ മോഷണം നടന്ന് ഈ 3.5 പവന്റെ മാല നഷ്ടപ്പെട്ട വീട്ടമ്മയാണ്. ഈ വീട്ടിലെ അംഗമാണ്, ഇന്ദു എന്നാണ് പേര്. ഇന്ദുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിക്കും 1:30ക്കും ഇടയിലാണ് മോഷണം നടന്നത്. ഇന്ദു വ്യക്തമായി തന്നെ ആളെ കണ്ടു എന്ന് പറയുന്നത് ഉറക്കത്തിന്റെ ആ ഒരു ഗാഠനിദ്രയിലായ ഒരു സമയമാണ്. എങ്കിൽ പോലും ചേച്ചിക്ക് ആള് നിൽക്കുന്നതായിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ? നിൽക്കുന്നതായിട്ട് മനസ്സിലായി, പക്ഷേ മുഖം വ്യക്തമല്ല. ആ കൂവിട്ട് എനിക്ക് ഒച്ചയൊന്നും മരുന്നില്ലായിരുന്നു. നമ്മുടെ ശരീരം അങ്ങ് തളർന്നു പോയി. എൻ്റെ എപ്രാളം കേട്ടുകൊണ്ടാണ് ഹസ്ബൻഡ് ഉണരുന്നത്. അന്നേരം അവൻ ചാടി വെളിയിൽ ഇറങ്ങി കഴിഞ്ഞു. ഈ മാല കട്ട് ചെയ്യുന്ന ശബ്ദം എൻ്റെ ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ്. എന്നാലും ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി എൻ്റെ സ്വപ്നത്തിലാണെന്നാണ്. പിന്നീട് നമ്മൾ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എൻ്റെ ദേഹത്തൂടെ എന്താ ഇഴയുന്ന പോലെ തോന്നിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എന്ന് വെച്ചാൽ കണ്ണ് തുറയുന്നില്ല. ആ ഉറക്കത്തിൽ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴാണ് ആ രൂപം നിൽക്കുന്നത് കാണുന്നത്. അതോടുകൂടി എൻ്റെ സർവ്വ ഇതും നഷ്ടപ്പെട്ടു. ശക്തമായി നിലവിളിച്ചിട്ട് പോലും എനിക്ക് ഒച്ച വരുന്നില്ലായിരുന്നു. എനിക്കതിപ്പോൾ ഓർക്കുമ്പോഴും ഭയങ്കര ഭീതിയാണ്. ആ റൂമിലോട്ട് കയറുമ്പോഴും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല. കുഞ്ഞും പേടിച്ചു. കുഞ്ഞെന്നേ താഴെ കിടപ്പുണ്ട്. കുഞ്ഞിനെ ചവിട്ടാതിരിക്കാൻ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് സൈഡിൽ കിടക്കുവാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കുഞ്ഞ് കിടന്നുകൊണ്ടിരുന്നത്. ഈ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം ആ സമയത്തൊരു അബോധാവസ്ഥയിലാണെങ്കിൽ പോലും, അത്ര ഉറക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞു, എങ്കിൽ പോലും ആ ആളുടെയും ഇപ്പൊ ഈ കണ്ട ആളുടെയും രൂപം വെച്ച് ചേച്ചിക്ക് എന്ത് തോന്നുന്നു?
ഒരു രൂപ നമ്മുടെ റൂമിൽ നല്ല വെട്ടമില്ല, പിന്നെ വാതുക്കലെ വെട്ടം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, ഗ്ലാസ്സിൽ കൂടെ വരുന്നതേ ഉള്ളൂ. എന്നാലും നമുക്കത് വ്യക്തമായിട്ടില്ല. ഒരാൾരൂപം നിൽക്കുന്നതാണ് നമുക്കറിയാം. അത് വ്യക്തമായി കണ്ടു. ഈ മാല പൊട്ടിച്ചെടുത്ത് ഓടുമായിരുന്നു. മാല ഞാൻ ഈ എഴയുന്ന ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചാടി എഴുന്നേക്കുവാണ്. ചാടി എഴുന്നേക്ക് എൻ്റെ മാലയാണല്ലോ എന്ന് തോന്നി. പെട്ടെന്ന് നമ്മൾ എല്ലാ നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞ്. ഇപ്പോഴും ആ ഒരു പേടി വിട്ടുമാറിയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ഭയമാണ്. നമുക്ക് നമ്മുടെ വീടിനകത്ത് സുരക്ഷിതത്വം ഉണ്ടെന്നാണ് കരുതിയത്. പക്ഷേ നമുക്ക് വീടിനകത്ത് പോലും സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇവർ ഈ കള്ളന്മാരെയൊക്കെ പിന്നെ അവർ ജയിൽ വിമോചിതരാകാതിരിക്കാൻ നോക്കണം. എന്നുവെച്ചാൽ അവർ പിന്നീട് ഈ തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണം, അതാണ് പറയാൻ. നിലിമ, ഇപ്പോഴും ഈ ഒരു ആക്രമണത്തിന്റെ ഇരകളായ ആളുകൾക്ക് ഭയാശങ്കകൾ വിട്ടൊഴിയുന്നില്ല. ഇനിയും കസ്റ്റഡിയിലാവാൻ നിരവധി സംഘാംഗങ്ങളുണ്ട്. എങ്കിൽ പോലും ഇവർ ആവശ്യപ്പെടുന്നത് ഇവരെ ജയിൽ മോചിതരാക്കിയാൽ ഇനിയും ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ കഴിയില്ല. തീർച്ചയായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആലപ്പുഴ, ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണഞ്ചേരി, നേതാജി ഭാഗത്തുള്ള ആളുകൾക്ക് കഴിഞ്ഞ 2 ആഴ്ചയായി ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിരുന്നു. നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ സ്ക്വാഡുകളായി തിരിഞ്ഞ് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് പോലും പല വീടുകളിലും ഈ കുറുവാ സംഘം കയറുന്നുണ്ടായിരുന്നു. കുറുവാ സംഘം എന്ന് പറയുമ്പോൾ ഈ മോഷണം മാത്രമല്ല, നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് പോലും അടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുന്ന ആ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. മാരക ആയുധങ്ങളുമായി മോഷണം നടത്താൻ ഇറങ്ങുന്ന സംഘങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഭയാശങ്കയിൽ തന്നെയായിരുന്നു നാട്ടുകാർ കഴിഞ്ഞിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അതിന് ചെറിയൊരു ആശ്വാസം എന്ന് നമുക്ക് പറയാം. കാരണം സംഘത്തിൽ പ്രധാനിയായ ഒരാളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇനി കൂടുതൽ പ്രതികൾക്കായി ഇനിയും, അതായത് ഇവരുടെ സംഘാംഗങ്ങൾക്കായുള്ള അന്വേഷണം. ഇന്ദുവിന് വലിയ ഭയം അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതികളെ പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ്. സന്തോഷ് ശെൽവത്തിൻ്റെയും മണികണ്ഠൻ്റെയും ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. ഇതിൽ മണികണ്ഠൻ്റെ പങ്ക് വ്യക്തമാക്കാനായില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ സന്തോഷ് ശെൽവത്തിൽ നിന്ന് ഈ കുറുവാ സംഘത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകാനുള്ള സാധ്യതയില്ലേ? അത്തരത്തിൽ ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രിയാണല്ലോ പിടികൂടുന്നത്. നിലിമ, അങ്ങനെ തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾ, അതായത് ഇവരുടെ സംഘാംഗങ്ങൾ നിരവധി ആളുകളുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ കാമാച്ചിപുരത്തു നിന്നും വന്ന ആളുകളാണ്, നിരവധി ആളുകളുണ്ട്. ഇവർ 2 അംഗ സംഘങ്ങളായി തിരിഞ്ഞാണ് കേരളത്തിൽ മോഷണം നടത്തുന്നത്. നവംബർ മാസം, അതായത് നമ്മുടെ ശബരിമല സീസണൊക്കെ ആവുന്ന സമയത്ത് പോലീസിന്റെയും മറ്റും ശ്രദ്ധ കൂടുതൽ അവിടേക്ക് കേന്ദ്രീകരിക്കും. മാത്രമല്ല പോലീസിന് ആളുകളെ ഈ പട്രോളിങ്ങിൽ പരിശോധന നടത്തുമ്പോൾ പോലും ശബരിമലയിലേക്ക് പോകുന്ന സ്വാമിമാർ അടക്കമുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് പരിശോധനയ്ക്കൊക്കെ ഒരു പരിമിതിയുണ്ട് എന്ന് പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യം മുതലെടുത്ത് വർഷങ്ങളായി കേരളത്തിൽ ഈ ഒരു നവംബർ മാസത്തിന്റെ ആ ഒരു സമയത്തോടെ, അത് അവരുടെ ഒരു സീസൺ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇവരെ കുറിച്ച് കൂടുതൽ വിലയിരുത്തലുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം കുറുവാ സംഘാംഗങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടത്തിയ മോഷണ പരമ്പരകൾ അത് ഏത് രീതിയിലാണ് എന്ന് ഈ 7 അംഗ സംഘം, ഈ കേസ്, ആലപ്പുഴയിലെ കേസ് അന്വേഷിക്കുന്ന 7 അംഗ സംഘം ഇതിനെക്കുറിച്ച് പഠനവും വിലയിരുത്തലുകളും ഒക്കെ നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു സീസൺ ബേസ് ചെയ്ത് ആലപ്പുഴയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് വരുന്ന മോഷ്ടാക്കളാണ് കുറുവാ സംഘാംഗങ്ങൾ എന്ന ഒരു നിഗമനത്തിലെത്തിയത്. എന്തായാലും പോലീസിന്റെ വ്യക്തമായ സൂചനകൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് എന്ന് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ഡിവൈഎസ്പി നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുറുവാ സംഘമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ആ സമയത്ത് തന്നെ സന്തോഷ് ശെൽവത്തെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയിരുന്നു. അതിനുശേഷം ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെയാണ് കുണ്ടന്നൂരിൽ ഇവരുടെ ഒരു താമസ സ്ഥലത്ത് നിന്നും, കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിലുള്ള സ്ഥലത്ത് നിന്നും ഈ സന്തോഷ് ശെൽവത്തെയും സഹായി മണികണ്ഠനെയും പോലീസ് പിടികൂടുന്നതും സാഹസികമായി കീഴ്പ്പെടുത്തി. കുറുവാ സംഘങ്ങൾ പിടിയിലാകുമ്പോഴും ആക്രമണത്തിനിരയായവർ ഇപ്പോഴും ഭയപ്പാടിൽ തന്നെയാണ്. ആലപ്പുഴയിൽ നിന്നും നിഷയാണ് സമഗ്രമായ റിപ്പോർട്ട് നമുക്ക് മുന്നിൽ എത്തിച്ചത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹിമിന്റെ മോചന ഹർജിയിൽ ഇന്നും വിധിയുണ്ടായില്ല. കേസ് 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റിവെച്ചു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നായിരുന്നു അബ്ദുറഹിമിന്റെ കുടുംബവുമെല്ലാം വിശ്വസിച്ചിരുന്നത്. മറിച്ച് എന്താണ് സംഭവിച്ചത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നീല സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ആ കുടുംബം കാത്തിരുന്നത്. ഇന്ന് വിധിയുണ്ടാകും, മോചന ഉത്തരവുണ്ടാകും എന്ന് തന്നെയാണ് ആ കുടുംബം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ച വിവരം അനുസരിച്ച്
ഇന്ന് വിധി ഉണ്ടാവില്ല. അടുത്ത 15 ദിവസത്തിന് ശേഷമായിരിക്കും വിധി പരിഗണിക്കുക എന്നൊരു വിവരമാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. പബ്ലിക് റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിയാണ് പൂർത്തിയാക്കാനുണ്ടായത്. കൂടാതെ തന്നെ മോചന ഉത്തരവ് ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ ഹർജി ഇന്ന് പരിഗണിച്ചിട്ടില്ല എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കഴിഞ്ഞ മാസം 17 കേസ് പരിഗണിച്ചിരുന്നപ്പോൾ ഈ ദിവസം പരിഗണിക്കും എന്നൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കേസ് ഇന്നും പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 15 ദിവസത്തിന് ശേഷം വീണ്ടും കേസ് പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കോടതിയിൽ റഹീമിനായി കടവയിൽ സിറ്റി ടൂറും എംബസി ഉദ്യോഗസ്ഥനായ യൂസഫ് സക്കാഞ്ചേരിയും അഭിഭാഷകൻ ഒസാമ അമറുമാണ് ഹാജരായിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കുടുംബം വലിയ പ്രതീക്ഷയിലായിരുന്നു കാത്തിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉമ്മ മകനെ കാണുവാൻ വേണ്ടി റിയാദിലെത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ മകനെ കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് മകനെ കാണുകയായിരുന്നു. അത്തരത്തിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. ഇന്ന് മോചന ഉത്തരവടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായൊരു വിധിയാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നീലിമ, അതായത് വധശിക്ഷ റദ്ദാക്കിയിട്ട് 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ മോചനം അങ്ങനെ നീണ്ടുപോകുകയാണ്. ഇതാണ് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമായി കുടുംബം എടുത്തു കാണിക്കുന്നത്. ദിസ്ന, തീർച്ചയായും ഈ വധശിക്ഷ റദ്ദാക്കിയത് എന്ത് തന്നെയായിരിക്കും ഈ മോചന ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പൊ കുടുംബം പ്രതികരിച്ചത് ഇത്രയും കാലമായി അവർ കാത്തിരിക്കുന്നു, മോചന ദ്രവ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നൽകി, എന്നിട്ട് പോലും തങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായി വരുന്നു എന്നൊരു കാര്യം തന്നെയാണ് കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെ ഒരു കുടുംബം മുഴുവൻ ഇന്ന് രാവിലെ ഒക്കെ തന്നെയും അവർ കാത്തിരുന്നത് ഈ ഒരു വിധി അവർക്ക് അനുകൂലമായി വരും എന്നൊരു കാര്യമായിരുന്നു. എന്നാൽ വിധി, അതായത് ഈ ഹർജി ഇന്ന് പരിഗണിച്ചില്ല എന്നറിഞ്ഞപ്പോൾ വലിയ ശിക്ഷയായി തന്നെയാണ് ആ ഉമ്മ മാധ്യമങ്ങളോടൊക്കെ തന്നെയും പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും അടുത്ത 15 ദിവസത്തിനകമായിരിക്കും വീണ്ടും ഈ കേസ് പരിഗണിക്കുക എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഇനിയും പ്രതീക്ഷയോടുകൂടി തന്നെ അവർ കാത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നീലിമ, ദിസ്ന, വലിയ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി, ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ ഫലമായാണ് ഇത്തരത്തിൽ അബ്ദുറഹീമിൻ്റെ ഒരു മോചന സാധ്യത പോലും നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. മോചന ഉത്തരവ് ഇന്ന് ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ ഫാത്തിമയും അത്തരത്തിൽ വലിയൊരു പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്നു. പക്ഷേ ഉത്തരവ് വൈകുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. അത്തരത്തിൽ കുടുംബത്തിനൊരു വിവരവും ലഭ്യമായിട്ടില്ല. വലിയ ഒരു അനിശ്ചിതത്വത്തിലാണ് ആ കുടുംബം. ദിസ്ന, അവരുടെ പ്രതികരണം ദിസ്ന ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഇവർ ആദ്യം ഈ നിയമസഹായ സമിതി, അതായത് ഒരു സമിതി രൂപീകരിക്കുകയും പണമൊക്കെ സംഭരിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീടാണ് ഈ പണം യാതൊരു തരത്തിലുള്ള ഈ മോശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടപടിയാവാത്ത സാഹചര്യത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്നൊരു കാര്യം ആ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഇവർ. ദിസ്ന, തുടരുക. ഇപ്പോൾ ദുബായിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഷിൻസ്, ഇന്ന് അബ്ദുൾ റഹീമിൻ്റെ മോചനം ഇന്നുണ്ടാകും, ഉത്തരവ് ഇന്ന് ഉണ്ടാകും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഉത്തരവ് വൈകുന്നത് എന്താണ് എന്ന് കുടുംബത്തിന് മനസ്സിലാവുന്നില്ല. നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് വിധി പറയുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വിധി പറയാൻ 2 ആഴ്ചത്തെ സമയം കൂടി വേണമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു. അതിന്റെ കാരണം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് കോടതി വിധി അവർ കിട്ടിയ ശേഷം എന്ത് കാരണം കൊണ്ടാണ് ഇത് മാറ്റുന്നതെന്നുള്ള കാര്യം പറയാമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ഇതുവരെ അത് കോടതി വിധി പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീമിന്റെ ഉമ്മയടക്കം അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അപ്പൊ ഇന്ന് മോചനം ഉണ്ടാകില്ല, വിധി വരും. വിധിക്ക് ശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ മോചനം ഉണ്ടാകുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ഇപ്പൊ അസ്ഥാനത്തായിരിക്കുകയാണ്. ഇനി 2 ആഴ്ച കൂടി അതിനുശേഷമാണ് വിധി പറയുള്ളൂ എന്നുള്ളൊരു അറിയിപ്പാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇതിനു മുൻപ് ഒക്ടോബർ 21 റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചിരുന്നെങ്കിലും അന്ന് വിധി ഉണ്ടാകുന്ന നമ്മൾ ഏവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മറ്റൊരു ബെഞ്ചിലേക്ക് കോടതി വിധി മാറ്റുകയായിരുന്നു. വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ മോചനം സംബന്ധിച്ച് വിധി പുറപ്പെടുവിക്കണമെന്ന് നിർദ്ദേശം നൽകിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വിധി പറയാനായിട്ട് മാറ്റിവെച്ചത്. ആ ബെഞ്ചിന് സമയം കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇന്നും വീണ്ടും ആ ബെഞ്ച്
2 ആഴ്ചത്തേക്ക് കൂടി മാറ്റിയിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് വ്യക്തമാകുന്നില്ല. എന്നിരുന്നാലും അടുത്ത 2 ആഴ്ചകളിൽ വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം. നീലിമ, ഷിൻസ്, സാധാരണഗതിയിൽ ഇപ്പോൾ ഈ അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിട്ട് 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഇവരുടെ ഈ ജയിലിൽ കഴിയുന്നവരുടെ മോചനം സാധ്യമാകുന്നതിൽ ഇത്ര വലിയ കാലതാമസം ഉണ്ടാകാറുണ്ടോ? മറ്റ് സമാന കേസുകളും നമ്മുടെ മുന്നിലൊക്കെ ഉണ്ടല്ലോ. മറ്റു രാജ്യങ്ങളുടെ പൗരന്മാരുടെ കാര്യത്തിലായാലും അത്തരം അനുഭവമുണ്ടോ? ഇതിപ്പോൾ 6 മാസം പിന്നിട്ടിരിക്കുകയാണ്, പക്ഷേ മോചന കാര്യത്തിൽ ഒരു തീരുമാനവും കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. സമാന സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ? നീലിമ, കേസിന്റെ മെറിറ്റ് അനുസരിച്ചാണ്. ചില കേസുകളിൽ പെട്ടെന്ന് തന്നെ വിധി ഉണ്ടാവാറുണ്ട്. ചില കേസുകളിൽ ചില കാര്യങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങളിൽ കേസ് നീണ്ടുപോകാറുണ്ട്. അതുപോലാണ് ചില കാര്യങ്ങൾ വിധികൾ ഇതുപോലെ 6 മാസത്തിലേറെയൊക്കെ നീണ്ടുപോയിട്ടുണ്ട്. എന്നാലും കൂടുതൽ സമയങ്ങളിൽ പെട്ടെന്നുള്ള വിധികൾ ദയാദിനം കുടുംബം സ്വീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മോചനം സാധ്യമാവാറുണ്ട്. ഇത് വളരെ നീണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ള കൃത്യമായ വിവരം കോടതി പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്ത് ഇത്ര നടപടി വരുന്നതെന്ന് അറിയില്ല. കുടുംബം ദയാദിനം സ്വീകരിച്ച സ്ഥിതിക്ക് വേറെ മറ്റ് നിയമപരമായ കടമ്പകളൊന്നുമില്ല. അപ്പൊ അതിനിരുന്നാലും മോചനം പിന്നെയും വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കോടതി 2 ആഴ്ചത്തെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഇനി നീണ്ടുപോകാനുള്ള സാധ്യതയും സാമൂഹ്യ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. നീലിമ, ശരി. ഷിൻസ, അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ കേസ് 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കുകയാണ്. അതിൻ്റെ ഉത്തരവ് വന്നാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇന്ന് കേസെടുക്കാതിരുന്നത്, അതിൽ ഉണ്ടായ നിയമ തടസ്സം എന്താണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിനെതിരെ രാഷ്ട്രീയ മത സമുദായ സംഘടനകൾ യോജിച്ച പ്രക്ഷോഭത്തിലേക്ക്. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ മനുഷ്യച്ചങ്ങല തീർക്കും. വൈകിട്ട് 3:30 ആയിരങ്ങൾ അണിനിരക്കുന്ന മനുഷ്യച്ചങ്ങല. വഖഫ് ബോർഡ് അധിനിവേശത്തിന്റെ ഇരകളായി മാറിയ മുനമ്പം ചെറായി തീരദേശ മേഖലയിലെ 600ഓളം കുടുംബങ്ങളുടെ ചെറുത്തുനിൽപ്പിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് SNDP യോഗം മനുഷ്യച്ചങ്ങല തീർക്കുക. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾ മനുഷ്യച്ചങ്ങലയ്ക്ക് നേതൃത്വം നൽകും. SNDP യോഗം വൈപ്പിൻ യൂണിയന്റെയും ശാഖകളുടെയും നേതൃത്വത്തിൽ വൈകിട്ട് 3:30 ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ തീരദേശ മേഖലയിലാണ് മനുഷ്യച്ചങ്ങല. 5000ഓളം പേർ പരിപാടിയിൽ അണിനിരക്കും. ചങ്ങലയ്ക്ക് ശേഷം ചെറായി ഭുവനേശ്വരി ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന സമ്മേളനം തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. വഖഫ് അധിനിവേശത്തിനെതിരെ ഇക്കഴിഞ്ഞ ഒക്ടോബർ 13 മുനമ്പം തീരദേശ ജനത റിലേ നിരാഹാര സമരം ആരംഭിച്ചത്. 33 ദിവസം പിന്നിട്ട സമരത്തിന് BJP ഉൾപ്പെടെ പിന്തുണ നൽകിയിട്ടുണ്ട്. മുനമ്പം പ്രദേശത്തെ 610 കുടുംബങ്ങളാണ് വഖഫ് അവകാശവാദത്തെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ജനം, കൊച്ചി. കണ്ണൂരിൽ കുമ്പസാരക്കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ വസ്ത്രമായ ഊറാറ സാമൂഹ്യ വിരുദ്ധർ എടുത്ത് ശുചിമുറിയിലിട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലാണ് സംഭവം. നിസ്കരിക്കാൻ സ്ഥലം ചോദിച്ച് ചിലർ കോൺവെന്റിലെത്തിയിരുന്നു. തുടർന്നാണ് ഊറാറ കാണാതാവുന്നത്. സംഭവത്തിൽ പള്ളി അധികാരികൾ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വൈദികൻ കുർബാന സമയത്തും കുമ്പസാര സമയത്തും ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്ത്രമാണ് ഊറാറ. ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോന പള്ളിയിലെ ഈ വിശുദ്ധ വസ്ത്രമാണ് സാമൂഹ്യ വിരുദ്ധർ എടുത്തുകൊണ്ടുപോയി ശുചിമുറിയിലിട്ടത്. മറ്റൊന്ന് മോഷ്ടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. വിശ്വാസികളെ മനഃപൂർവ്വം അവഹേളിക്കാനാണ് വിശുദ്ധ വസ്ത്രം ശുചിമുറിയിൽ കൊണ്ടിട്ടതെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും പള്ളി വികാരി വ്യക്തമാക്കി. ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയൊരു കാര്യം, ഞങ്ങൾ ഔദ്യോഗികമായിട്ട് എല്ലാ കർമ്മങ്ങളും നടത്താൻ ഉപയോഗിക്കുന്ന ഊറാറ എന്ന ഞങ്ങളൊരു വിശുദ്ധ വസ്ത്രം അവിടുന്ന് എടുത്തുകൊണ്ട് പോയി, ലണ്ടൻ എടുത്തുകൊണ്ട് പോയി. ഒന്ന് ഞങ്ങൾക്ക് അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോയ്ലറ്റിൽ ക്ലോസറ്റിൽ കിടന്ന് കിട്ടുകയുണ്ടായി. ബാക്കി അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒരു വിഷമമായിട്ട് തോന്നിയത്. കാരണം അത് എന്ത് നമ്മളെ അവഹേളിക്കാൻ, അല്ലെങ്കിൽ അത് ടോയ്ലറ്റിൽ കൊണ്ടുവിടത്തില്ല. കാരണം വേറെ എവിടെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇത് നമ്മുടെ ടോയ്ലറ്റിൽ കൊണ്ടുവിടുമ്പോൾ അറിവില്ലാതെ ചെയ്താൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതേസമയം പ്രദേശത്ത് ഉപജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർ പള്ളിയുടെ ഭാഗമായ കന്യാസ്ത്രീ മഠത്തിൽ എത്തിയിരുന്നു. എന്നാൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതിന് അനുവാദം നൽകിയിരുന്നില്ല. തുടർന്ന് ഇക്കൂട്ടർ അവിടെ ബഹളം വയ്ക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവും വിശുദ്ധ വസ്ത്രം അപമാനിക്കപ്പെട്ടതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. എന്നാൽ CCTV ഫുട്ടേജിൽ കുമ്പസാരക്കൂടിന്റെ ഭാഗം പെടാത്തതുകൊണ്ട് ആരാണ് വിശുദ്ധ വസ്ത്രം എടുത്തുകൊണ്ടുപോയി ശുചിമുറിയിലിട്ടത് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല.
ജനം കണ്ണൂർ. ശബരിമല സന്നിധാനത്ത് രാവിലെ മുതലുള്ള ഭക്തജന തിരക്കിന് ചെറിയ ശമനം. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ തിരക്കാണ് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. 5000-ലേറെ കുട്ടികൾ ഉൾപ്പെടെ 70,000-ഓളം ഭക്തരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തി മടങ്ങിയത്. സന്നിധാനത്ത് നിന്ന് എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വ്രതം നോറ്റ് ശരണം വിളിയോടുകൂടി അയ്യപ്പന്മാർ ഓരോരുത്തരായി മലചവിട്ടി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 70,000-ത്തിലധികം പേരാണ് ദർശനം നടത്തിയത്. ഇന്നും സമാനമായി തന്നെയാണ് രാവിലെ മുതൽ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഭക്തജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടേക്ക് ഇരുമുടിക്കെട്ടുമായി എത്തി ഈ മല ചവിട്ടി 18ാം പടി ചവിട്ടി സന്നിധാനത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസുകാർ അവരെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നു. പരിചയസമ്പത്തുള്ള പോലീസുകാരെയാണ് ഇത്തവണ 18ാം പടിയിൽ നിയോഗിച്ചിട്ടുള്ളതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 5000-ലേറെ കുട്ടികളാണ് കഴിഞ്ഞ ദിവസം ദർശനത്തിനായി എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്നും സമാനമായ രീതിയിൽ, അതായത് 30-ാം തീയതി വരെയുള്ള ബുക്കിംഗ് എല്ലാം തന്നെ ഫുള്ളായി കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ്, ഓൺലൈൻ ബുക്കിംഗ് എല്ലാം ഫുള്ളായി കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെയാണ് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എത്തി ഭക്തർ അവിടെ തങ്ങളുടെ ID പ്രൂഫ് കാണിച്ച ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അത് എത്രത്തോളമാണ് അവർക്ക് ദർശനം സൗകര്യപ്രദമാം വിധം എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്ന് പറയുന്ന അധികൃതർ എത്രത്തോളമാണ് അതിനൊക്കെ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അവർ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ആ ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഈ ഒരു മണ്ഡലകാലം ആരംഭിച്ചത്. ഭക്തജനങ്ങൾ ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ വലിയ തിരക്കാണ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ തിരക്കിന് ചെറിയൊരു ശമനമുണ്ട്. പിന്നീട് ഇനി വൈകിട്ടോടുകൂടി വീണ്ടും നിറയെ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തും. അയ്യപ്പന്മാർ ഓരോരുത്തരും ഈ ശരണം വിളിയോടുകൂടി എത്തും. കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളും ഒക്കെ അങ്ങനെ ആ 18ാം പടി ചവിട്ടുവാൻ വേണ്ടി ഇവിടേക്കെത്തി കാത്തു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ കുറച്ചു നേരമായി നമ്മൾ കണ്ടത്. അതിനുശേഷം അവർ ഓരോരുത്തരായി ഇപ്പോൾ സന്നിധാനത്തേക്ക് അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. അയ്യനെ ഒരു നോക്ക് കണ്ട് വണങ്ങി അവിടെ നിന്നും നെയ്യഭിഷേകം അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങുമ്പോൾ അവരുടെ എല്ലാ മനസ്സിൽ ഈ ശരണമന്ത്രങ്ങൾ തന്നെയാണ്. എന്തായാലും അയ്യപ്പൻ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളാണ്. അവർ ഓരോരുത്തരും ഓരോ സംസ്ഥാനത്തു നിന്നും ഓരോ ജില്ലകളിൽ നിന്നുമൊക്കെ നിരവധി ഭക്തർ, ഇന്ന് ലോകമെമ്പാടും ശബരിമലയുടെ കീർത്തി വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണയും തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ദിവസം ഇന്ന് അവധി ദിനം കൂടെയാണ്, അതുകൊണ്ട് തന്നെ രാവിലെയുള്ള ദർശനത്തിന് നല്ല ഭക്തജന തിരക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഭക്തജന തിരക്കിന് ചെറിയൊരു ശമനം കാണുവാൻ സാധിക്കുന്നത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ഉമ്മ ഫാത്തിമയും സഹോദരൻ നസീറും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നമ്മൾ കമ്മിറ്റിമാർ ആലോചിച്ചിട്ട് എന്താ ചെയ്യണം എന്നുള്ളത്, മുന്നോട്ട് പോകുന്നത് എങ്ങനെ, ഇപ്പോൾ റിലീസ് എങ്ങനെ നടത്തിക്കുക എന്നുള്ളത് ആലോചിക്കണം. ഇപ്പൊ നമ്മളിങ്ങനെ അതിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ ഉമ്മ പോവാൻ തന്നെ കാരണം ഈ ഒരു ഡേറ്റ്, ഇപ്പൊ ഓരോ ഡേറ്റ് ഇങ്ങനെ പറയാ, ആ ഡേറ്റ് ഇങ്ങനെ പിന്നെ മാറ്റി അങ്ങനെ നിന്നത് കൊണ്ട് തന്നെയാണ് ഉമ്മക്ക് റഹീമിനെ കാണാൻ വേണ്ടി പോയത്. എന്നോട് എപ്പോഴും ചോദിക്കും, ഈ ഡേറ്റ് പറഞ്ഞാൽ ഉറപ്പിൽ വരാൻ റഹീം വരുമോ ഉറപ്പ് പറയും, എന്നാൽ ഞാൻ കാണാൻ പോകുന്നില്ല, അങ്ങനെ വരുന്നത്. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ട് ഉമ്മാന്റെ നിർബന്ധം കൊണ്ടാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉമ്മാനായിട്ട് പോയി റഹീമിനെ കാണിച്ചു കൊടുത്തത്. ഇതൊരു ഉറപ്പായിരുന്നു. ഈ നവംബർ 17 എല്ലാവർക്കും നല്ല പ്രതീക്ഷയായിരുന്നു. റഹീമൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. എന്താ ചെയ്യാ ഒന്നും അറിയില്ല. നമുക്ക് എല്ലാവരും കൂടി ആലോചിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കണം. നിങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം നമുക്ക് വേണം. ഇത് ഇങ്ങനെ നീണ്ടു പോകുന്നതോറും അങ്ങ് ആശങ്കയിലാണ്. മാപ്പ് നൽകിയത് ഏകദേശം ഒരു 4-5 മാസം മുമ്പ് തന്നെ മാപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ക്യാഷ് കൈമാറിയ ആ സമയത്ത് തന്നെ മാപ്പ് നൽകിയിട്ടുണ്ട്. മാപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 2-ന് കോടതി റദ്ദ് ചെയ്തത്. റദ്ദ് ചെയ്തോടുകൂടി അവരെ പ്രൈവറ്റ് ഇതിൽ അവസാനിച്ചു. പിന്നെ ഗവൺമെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 18 വർഷം നിന്നത് കൊണ്ട് എന്തായാലും ഇത്ര നീണ്ടുപോകാൻ സാധ്യത കുറവാണ്.
എല്ലാവരും പറയുന്ന അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് 18 വർഷം ആയതുകൊണ്ട് ഇനിയിപ്പോൾ അവന് ഈ കാലയളവിലെല്ലാം അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷെ എന്താണ് നീളുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ഒരു പരിഹാരം തരുന്ന കുട്ടിനെ എത്തിച്ചേരും. ഉമ്മക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വാർത്ത എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കണം എന്നാണ് ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇതാണെങ്കിലും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെ അറിയിച്ചുകൊണ്ട് അവരെ ആവശ്യപ്പെട്ടതൊക്കെ നമ്മൾ കൊടുത്തല്ലോ. അപ്പം നിങ്ങൾ ഈ വാർത്ത ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എത്തിച്ചുകൊണ്ട് റഹീമിനെ മോചിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നിങ്ങളെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവണം എന്നാണ് ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉമ്മ ആകെ ടയേർഡാണ്, പറയാൻ കഴിയുന്നില്ല. ഫാത്തിമയും സഹോദരൻ നസീറും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഉത്തരവ് വൈകുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ശബരിമല മാലിന്യമുക്തമാക്കാനുള്ള പവിത്രം ശബരിമല പദ്ധതിയും നിർജീവമാണ്. മണ്ഡലകാലം ആരംഭിച്ചിട്ടും പവിത്രം ശബരിമല പദ്ധതി തുടങ്ങാതെ ദേവസ്വം ബോർഡ്. പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് പകരം ഇടത് സർക്കാർ പ്രഖ്യാപിച്ചതാണ് പവിത്രം ശബരിമല. ഇരുമുടിയിലടക്കം എത്തുന്ന പ്ലാസ്റ്റിക് ശബരിമലയ്ക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുമ്പോൾ ആണ് ദേവസ്വം ബോർഡിന്റെ ഈ കുറ്റകരമായ അനാസ്ഥ. അയ്യന്റെ പൂങ്കാവനത്തെ പരമപവിത്രമായി കാത്തു സൂക്ഷിക്കാനായി വിഭാവനം ചെയ്ത പദ്ധതി പുണ്യം പൂങ്കാവനം പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പ്രശംസിച്ച പദ്ധതി. പക്ഷേ ആ പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പേരിലോ ബോർഡിലോ പോലുമില്ലാതെ ശബരിമലയിൽ നിന്നും പുണ്യം പൂങ്കാവനം പദ്ധതിയെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു പതിറ്റാണ്ടോളം കേരള പോലീസ് ഭക്തരെ ചേർത്ത് മികച്ച രീതിയിൽ കൊണ്ടുപോയിരുന്ന പദ്ധതിയായിരുന്നു ഇത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കിടയിൽ വരെ കാനനക്ഷേത്രമായ ശബരിമലയിലേക്ക് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുന്നതിന്റെ വിപത്തിനെക്കുറിച്ച് വിപുലമായ പ്രചരണം ഇവർ നടത്തിയിരുന്നു. പോലീസ് തലപ്പത്തെ ചേരിപ്പോരും CPMന്റെ അതൃപ്തിയുമാണ് പുണ്യം പൂങ്കാവനം പദ്ധതി അട്ടിമറിക്കാനുള്ള പ്രധാന കാരണം. പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് ബദലായി ദേവസ്വം ബോർഡ് ഒരുക്കിയ പദ്ധതിയാണ് പവിത്രം ശബരിമല. പവിത്രം ശബരിമലയും ഈ മണ്ഡലകാലത്ത് നിർജീവമാണ്. വൃശ്ചികം 1 മുതൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പവിത്രം ശബരിമല പദ്ധതിയുടെ ഭാഗമായി ശുചീകരണം ആരംഭിക്കേണ്ടതാണ്. ഇക്കുറി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. പദ്ധതികൾ ഇങ്ങനെ പേരിൽ മാത്രം ഒതുങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെ നിർബാധം മലകയറി ശബരിമലയിലേക്ക് എത്തുന്നു. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കി. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം. വീണ്ടും ശരണവഴികളായി പരമ്പരാഗത കാനനപാത. മണ്ഡലകാല തീർത്ഥാടനത്തിനായി കാനനപാത അഴുതയിൽ സജീവമായി. അഗാധമായ ഭക്തിയാൽ ഇന്നും ഭക്തർ തിരഞ്ഞെടുക്കുന്ന പുണ്യപാതയാണ് കാനനപാത. ഈ റിപ്പോർട്ടോടുകൂടി ഉച്ചവാർത്ത സമാപിക്കുകയാണ്. നമസ്തേ. എരുമേലി ശ്രീധർമ്മ ശാസ്താവിനെ തൊഴുത് പേരൂർ തോട് വഴി മുന്നേറുന്ന പരമ്പരാഗത കാനനപാദയാത്ര അഴുതാ നദി കടന്നാണ് തുടരുക. വനം പരിശുദ്ധമാക്കിയ അഴുതയുടെ തെളിനീരിൽ അയ്യപ്പന്മാരുടെ പുണ്യസ്നാനം. അഴുതയിൽ കുളിർന്ന ഒരു ഉരുളൻകല്ല് കല്ലിടാം കുന്നിലേക്ക് കരുതിയാണ് അയ്യപ്പന്മാർ യാത്ര തിരിക്കുന്നത്. സംരക്ഷിത വനത്തിന്റെ കവാടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യ അയ്യപ്പനെയും കാത്തു നിൽപ്പുണ്ടാകും. വനത്തിൽ ആദ്യ ചുവടുറപ്പിക്കും മുമ്പേ വിഘ്നവിനാശത്തിനായി നാളികേരം.
അതിസങ്കീർണമായിരുന്ന ശബരിമല യാത്രയുടെ സ്മൃതിയാണ് ഇന്നും പരമ്പരാഗത കാനനപാത. അഗാധമായ ഭക്തിയാൽ ഇന്നും ഭക്തർ തെരഞ്ഞെടുക്കുന്ന പുണ്യപാത. അതിദുർഘടമായ ഘോരവനവും താണ്ടിയുള്ള യാത്ര കഠിനം തന്നെ. കാനനപാതയുടെ ഓരോ നിമ്നോന്നതകളും കയറിയിറങ്ങുന്ന ഓരോ അയ്യപ്പന്മാർക്ക് പ്രാപ്തമാകുന്ന നിർവൃതി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ആത്മജ്ഞാനത്തിന്റെ പൊരുൾ തേടിയാണ് ഓരോ ശബരിമല യാത്രയെങ്കിലും അതിൽ ഏറ്റവും സവിശേഷമാണ് കാനനത്തിലൂടെയുള്ള ഈ യാത്ര. കല്ലിടാംകുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, മുക്കുഴി, കരിയിലാംതോട്, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം തുടങ്ങി കാടിന്റെ വന്യത മനുഷ്യനെ പരീക്ഷിക്കുന്ന ഇടങ്ങളാണ് ഇനി. മനസ്സിൽ അയ്യനുള്ളപ്പോൾ മറ്റെല്ലാം ദുരിതങ്ങൾക്കും അല്പായുസ്. ഇപ്പോൾ 3 വർഷം അടുപ്പിച്ചായിട്ട് കാനനപാത 2022, 2023, 2024 ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് നടന്നു വരുന്നത്. 10-ാം തീയതി ഇറങ്ങിയതാണ്. ഇന്ന് 16-ാം തീയതി. ഇന്ന് കരിമലയും നിരിമലയും കയറി ശബരിമല കയറി അയ്യപ്പനെ കണ്ട് തൊഴണം ആണ് ആഗ്രഹം. സ്വാമി ശരണം. സന്തോഷം തോന്നുന്നു. എന്താണ് അനുഭവം? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല അനുഭവം തന്നെ, കുഴപ്പമില്ല, ബുദ്ധിമുട്ടിലാണ്ട് എത്തിയിട്ടാണ്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് നിലവിൽ അഴുതയിലൂടെയുള്ള പ്രവേശനം. തിരക്കും സുരക്ഷയും പരിഗണിച്ച് മാറ്റങ്ങളുണ്ടാകും. ഇവിടെ നിന്ന് പമ്പ വരെയുള്ള 18 കിലോമീറ്റർ ദൂരത്തിൽ 8 താവളങ്ങളിലായിട്ട് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്വാമിമാർ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ എലവൻ്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളുടെ സംഘം സുരക്ഷയ്ക്കുള്ള ആയുധങ്ങളുമായി മുന്നേ തന്നെ പോയി സുരക്ഷ ഒരുക്കിയിട്ട് സ്വാമിമാരെ കടത്തിവിടും. ഉച്ചയ്ക്ക് ശേഷം ഇതുവഴി കടന്നു പോകുന്ന സ്വാമിമാരെ നിയന്ത്രിച്ച് നിർത്തുമ്പോൾ അവസാന സംഘത്തോടൊപ്പം സ്റ്റാഫുകൾ, സുരക്ഷാ സംഘം എത്തി സുരക്ഷിതമായി താവളങ്ങളിലെത്തിക്കും. മനസ്സും ശരീരവും മെരുക്കിയെടുക്കുന്ന കഠിനവ്രതത്തിന്റെ നാളുകളും അതിദുർഘടമായ ഘോരവനവും താണ്ടി അയ്യപ്പന്മാർ യാത്ര തുടരുന്നു. ശരീരത്തിന് ഊന്നുവടികളും മനസ്സിന് ശരണമന്ത്രങ്ങളും പരസ്പരം കരുത്തേകിക്കൊണ്ടാണ് ഓരോ അയ്യപ്പന്മാരും കാനനപാത താണ്ടുന്നത്. ഒടുവിൽ പൊന്നമ്പലത്തിൽ പൊന്നുതമ്പുരാനെ കണ്ടു വണങ്ങും വരെ ഈ ആവേശം ചോരാതെ നിൽക്കുന്നു. കാനനപാതയിൽ നിന്ന് ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.